നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാം. ലഞ്ച് കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. അതെ, മാനേജറെ വക മാനേജറെ വക നമ്മള് വണ്ടിയൊക്കെ ഇവനെ മാറ്റിയാണ് ലേഡീസും. നമ്മളെല്ലാവരും പോവാണ്. നമോഭാഗം പാട്ട് അടുത്തത് നമ്മള് മായിലാണ് പാട്ട്. പിന്നെ തറന്നൊക്കെണ്ട ഇവര് തോറ്റുപോയി, നമ്മൾ ജയിച്ചു. നമ്മള് എത്തുന്ന വരെ നമുക്കിത് ബ്ലോഗാണ്. മലയാളം ആരെ ബേ ക്യാമറ അല്ലല്ലോ, ഫ്രണ്ട് ക്യാമറ. നമ്മൾ അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മുടെ വിജയം. അതാ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി വരുന്നു. എന്റെ അടുത്ത് നമ്മൾ സ്പോട്ടിലെത്തി. സ്പോട്ടിലെത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും നമ്മൾ കൈ കഴുകാൻ വേണ്ടി ഭക്ഷണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു പറയണ്ടോ? ഇത് പറിച്ചേറ്റ് വരുന്നു. ഇത് പറയണ്ടോ? ഒരു രണ്ടാമത് മാത്രം സീക്രട്ട് പറയുന്നു. ഇത് നമ്മുടെ എല്ലാവരും ഫുഡ് മാനേജറെ വകയാണ്. മാനേജറിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്കിന്ന് ഫുഡ് ലേറ്റായി വന്ന് ഷമിൽ കലാകാരിയായ എന്താ ഇത് എൻ്റെ ഞാൻ വരച്ചോ, നിന്റെ നീ വരച്ചോ? ഇല്ല ഇല്ല, എൻ്റെ ഞാൻ വരക്കും. ആ എന്തോ കാര്യമായിട്ട് വരക്കുന്നുണ്ട്. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കഷ്ടപ്പെട്ട് വരക്കുന്ന പൂവ് കഷ്ടപ്പാടില്ല. അതിന് എല്ലാം കൊളാക്കി. ഫുഡിനുള്ള നീണ്ട കാത്തിരിപ്പാണ് എല്ലാവരും. ഷോപ്പിന്റെ ആൾക്കാർ പറയുന്നുണ്ടാവും വേഗം കൊടുത്ത് ഒഴിവാക്കി ഇവിടെ. എല്ലാം ഇതൊക്കെ ഇപ്പൊ തീർക്കും ഇവിടെ.
എൻ്റെ മൂക്ക് വെച്ച് വാവ് നമ്മൾ പണ്ടത് ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ റൈസ് വന്നിരിക്കുന്നു. എനിക്ക് തരുമോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? അങ്ങനെ മന്തിക്ക് വേണ്ടിയുള്ള പൊരിഞ്ഞ പൊറോട്ടലാണ്. ഓ സ്നേഹമുള്ള അസ്ന സ്നേഹം നമ്മളെ ഷവായ ഇവിടെ. അങ്ങനെ നമ്മളെ ഫുഡ് എത്തിയിരിക്കുന്നത് എല്ലാവരും ഫുഡ് കഴിക്കുന്നത് കാണുന്നുണ്ട്. എൻ്റെ കൈ പ്രശ്നം എന്താ ഇന്ത്യ ഉണ്ട് പോലും എല്ലാടാ ഇന്ത്യയുടെ ഫ്ലാഗ് എങ്ങനെ ഉണ്ടാവുക? ഏതാ എന്തെങ്കിലും ഫ്ലാഗ് തിരിച്ചു വെക്കൂലേ? ഇങ്ങനെ ഫുഡൊക്കെ നമ്മൾ കഴിച്ച് എല്ലാവരും ഭക്ഷണം എന്തൊക്കെ വാരി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ച് അതിനിടയ്ക്ക് മാനേജറിൻ്റെ കണ്ണ് നട്ടിട്ട് നന്ദിയുണ്ട് ഗോപാൽജി, നന്ദിയുണ്ട്. എന്തെങ്കിലും പറയാം? എന്തെങ്കിലും ഇത്രയും ഞങ്ങളെ സന്തോഷിപ്പിച്ച മാനേജറിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. നോക്ക് നമ്മളെ ഫുഡെല്ലാം അടിച്ച് നമ്മൾ തിരിച്ച് ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിലേക്ക് മഴക്കൂർ കിട്ടുന്നല്ലോ. നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു പോവാണ്. ഞങ്ങൾ വീണ്ടും ഇമ്പോസ്റ്ററിലേക്ക് ഇമ്പോസ്റ്റർ കളിക്കാൻ പോവാണ്. അർത്ഥം നോക്കട്ടെ. ഇമ്പോസ്റ്റർ ഡ്രിങ്ക് രണ്ടാം പ്രാവശ്യവും ഇമ്പോസ്റ്റർ ആയിരിക്കുകയാണ്. ഇതൊരു പ്രത്യേകതരം വണ്ടിയാണ്. കഴിയില്ല. എന്തെങ്കിലും നടക്കോ? വിളിയാവന് ചാടിക്കോ. എന്ത് പാട് വലിയ ജിമ്മനാവല്ലോ. നമ്മളുടെ ഫുഡെല്ലാം കഴിച്ച് നമ്മള് തിരിച്ച് ഓഫീസിലെ എനിക്കിന്ന് പണിക്ക് പോകണ്ട. എനിക്കിന്ന് പണിക്ക് പോകണം. അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലേക്ക് ഞെട്ടിപ്പൊട്ടി